വിശദമായി നോക്കാം. കടൽക്ഷോഭം രൂക്ഷമായ എറണാകുളം വൈപ്പിൻ എടവനക്കാട് പ്രതിഷേധം ശക്തം. തീരദേശ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ റോഡ് ഉപരോധിക്കുകയാണ്. കടലാക്രമണം രൂക്ഷമായിട്ടും നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ഉപരോധം. കടൽ ഭിത്തി നിർമ്മിക്കുമെന്ന് സർക്കാർ നിയമസഭയിൽ പ്രഖ്യാപിക്കാതെ സമരം പിൻവലിക്കില്ലെന്ന നിലപാടിലാണ് സമരസമിതി. സമരം തുടർന്നുകൊണ്ടേയിരിക്കും. മരണം വരെ സമരം ചെയ്യും. കാരണം വാഗ്ദാനങ്ങൾ ലംഘിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരന്തരം വാഗ്ദാനങ്ങൾ ലംഘിച്ചുകൊണ്ടിരിക്കുകയാണ്. 20 വർഷമായി വാഗ്ദാനങ്ങളുടെ പെരുമഴയാണ്. ആ വാഗ്ദാനങ്ങളുടെ പെരുമഴയല്ലാണ്ട് ഒരു നിർമ്മാണ പ്രവർത്തനവും എടവനക്കാട് ഗ്രാമപഞ്ചായത്തിൽ തീരദേശത്ത് ഇതുവരെ നടപ്പാക്കിയിട്ടില്ല. അതിനെതിരെ ശക്തമായ സമരം, ജനകീയ സമരമാണത്. എന്നുവെച്ചാൽ മരണം വരെ സമരം ചെയ്യും. ഞങ്ങൾക്ക് MLA കേൾക്കണ്ട, MP കേൾക്കണ്ട. വകുപ്പ് മന്ത്രി ഈ സമര സ്ഥലത്ത് വന്ന് ഞങ്ങൾക്ക് യുദ്ധകാലാടിസ്ഥാനത്തിൽ പുലിമുട്ടോടുകൂടി കടൽ ഭിത്തികൾ 2.5 കിലോമീറ്റർ കടൽ ഭിത്തികൾ നിർമ്മിക്കുമെന്നുള്ള ഉറപ്പ്, അതും 6 മാസത്തിനുള്ളിൽ. എന്നാൽ മാത്രമേ ഈ സമരത്തിൽ നിന്ന് ഞങ്ങൾ പിന്മാറുകയുള്ളൂ. പിന്മാറില്ല. മരണം വരെ സമരം ചെയ്യും. ഉറച്ച തീരുമാനമാണ്. ഇത് ഒരാൾക്കുള്ള ശബ്ദമല്ല, ഈ കൂടിയിരിക്കുന്ന ജനതയുടെ മുഴുവൻ ശബ്ദമാണ്. സബ് കളക്ടർ സ്ഥലത്തെത്തി സമരക്കാരുമായി സംസാരിച്ചു. നിങ്ങളുടെ ഇഷ്യൂസ് എന്താണോ അതെല്ലാം നമ്മൾ കാണാം. ഞാൻ വന്ന് പഠിക്കാം. പിന്നെ നിങ്ങളുടെ ആവശ്യത്തിലെ മെയിൻ ആവശ്യം എന്ന് പറയുന്നത് ഇതിനൊരു പെർമനന്റ് സൊല്യൂഷൻ എന്ന് പറയുന്ന ടെട്രാപോഡ് ആണെന്ന് എനിക്കറിയാം. ടെട്രാപോഡിനുള്ള DPR നമ്മൾ കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടറുടെ മീറ്റിംഗിലും ഇത് ഡിസ്കസ് ചെയ്തിരുന്നു. അതിനുള്ള DPR നമ്മൾ ഓൾറെഡി ഗവൺമെന്റിലേക്ക് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. അതിന്റെ സാങ്ഷൻ വരുന്ന ഉടനെ തന്നെ നമ്മൾ അതിനുള്ള വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഈ കൂടിയിരിക്കുന്ന എല്ലാവരും ഒറ്റ തീരുമാനമാണ്. ഞങ്ങൾ തീരുമാനം അറിയാമോ? യുദ്ധകാലാടിസ്ഥാനത്തിൽ 6 മാസത്തിനുള്ളിൽ 2.5 കിലോമീറ്റർ തീരദേശം ടെട്രാപോഡ് ഉപയോഗിച്ച് ചെല്ലാന മോഡല് എന്നുവെച്ചാൽ ശാസ്ത്രീയപരമായിട്ട് പുലിമുട്ട് നിർമ്മിച്ച് 6 മാസത്തിനുള്ളിൽ ഇവിടെ ഈ തീരദേശം സംരക്ഷിച്ചാൽ മാത്രം ഈ സമരത്തിൽ നിന്ന് പിന്മാറുള്ളൂ എന്ന് എല്ലാ ജനങ്ങളും ഒറ്റക്കെട്ടായി തീരുമാനമെടുക്കും. ഡാനി ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നു. ഡാനി, നിലനിൽപ്പിനായുള്ള സാധാരണക്കാരന്റെ സമരമാണ് നടക്കുന്നത്. ഇത്ര നാളുമുള്ള അധികൃതരുടെ വാഗ്ദാന പെരുമഴ മാത്രം നടക്കുമ്പോൾ സാധാരണക്കാരന് ജീവിക്കാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോഴാണ് ജനകീയ സമരവുമായി ഇവിടുത്തെ നാട്ടുകാർ ഇറങ്ങിയത്. ഇപ്പോഴും സമരം പുരോഗമിക്കുകയാണോ? ഏതെങ്കിലും അധികൃതർ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? എന്നാണ് വിശദാംശങ്ങൾ. സമരം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. നേരത്തെ സബ് കളക്ടറാണ് ഇവിടെ വന്ന് ചർച്ച നടത്തുകയും ചെയ്തത്. കാരണം അധികൃതർ ആരെങ്കിലും ഇവിടേക്ക് എത്തുക എന്നതിനേക്കാൾ അപ്പുറം ഇവർക്ക് കൃത്യമായൊരു ഉറപ്പ് നൽകാതെ ഈ സമരത്തിൽ നിന്ന് പിൻവാങ്ങുകയില്ല എന്നാണ് ഇവരുടെ ഒരു നിലപാട്, പ്രദേശവാസികളുടെ ഒരു നിലപാട്. ജനകീയ തീരദേശ സംരക്ഷണ സമിതി എന്ന പേരിലാണ് കൂട്ടായ്മ രൂപപ്പെട്ടിട്ടുള്ളത്. ഇന്ന് രാവിലെ മുതൽ തുടങ്ങി 8 മണി മുതൽ തുടങ്ങിയ റോഡ് ഉപരോധം ഇപ്പോഴും തുടരുകയാണ്. ഈ മേഖലയിൽ വലിയ രീതിയിൽ ഗതാഗതക്കുരുക്കടക്കം ഗതാഗതം പാടെ നിശ്ചലമായിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. എങ്കിൽ കൂടിയും ഇവരുടെ വിഷയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അധികാരികളിലേക്ക് എത്തിക്കുന്നതിന് മറ്റു വഴികളില്ല എന്നൊരു നിലപാടിൽ തന്നെയാണ് ഇവർ ഈ സമരത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. കഴിഞ്ഞ 20 വർഷത്തിലധികമായി ഈ തീരദേശ മേഖലയിൽ, പ്രത്യേകിച്ച് വൈപ്പിൻ മേഖലയിൽ വലിയ രീതിയിലേക്ക് കടലാക്രമണം രൂക്ഷമായ ഒരവസ്ഥയാണ് ഉള്ളത്. അപ്പോൾ അതിന് ശാശ്വതമായ ഒരു പരിഹാരമാണ് ലക്ഷ്യമിടുന്നത്. അതിന് ടെട്രാപോഡ് പോലുള്ള സംരക്ഷണ ഭിത്തിയോ അതല്ലെങ്കിൽ മികച്ച പുലിമുട്ടുകളോ നിർമ്മിക്കണമെന്നതാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. പക്ഷേ അത്തരം ഒരു ആവശ്യങ്ങളിലേക്ക് യാഥാർത്ഥ്യമാക്കുന്നതിലേക്ക് നാളിതുവരെയും പ്രവർത്തനം എത്തിയിട്ടില്ല. എപ്പോഴും ജിയോ ബാഗുകൾ കൊണ്ട് തീർക്കുന്ന ഒരു സംരക്ഷണം അല്ലെങ്കിൽ മണൽ ഭിത്തികൾ കൊണ്ടുള്ള സംരക്ഷണം മാത്രമാണ് ഉണ്ടാകുന്നത്. നിലവിലുള്ള കടൽ ഭിത്തികൾ പലയിടത്തും തന്നെ ബലക്ഷയമാണ്. അപ്പോൾ ഈ നിരവധിയായ വീടുകളാണ് കാലങ്ങളായി കടലാക്രമണ ഭീതിയിൽ തന്നെ കഴിയുന്നത്. പലരും ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റുന്നു. അങ്ങനെ ഈ വിഷയങ്ങൾ നിരന്തരമായി തുടരുന്നതുകൊണ്ട് തന്നെയാണ് സമരത്തിലേക്ക് ഇറങ്ങേണ്ടി വന്നത്. സ്ത്രീകൾ അടക്കമുള്ളവർ ഇപ്പോൾ റോഡിൽ കുത്തിയിരുന്നുകൊണ്ടുള്ളവരെ സമരം തുടരുകയാണ്. നേരത്തെ സബ് കളക്ടർ വന്നിരുന്നു, ഇവരുമായി സംസാരിച്ചിരുന്നു. പക്ഷേ കൃത്യമായൊരു ഉറപ്പ് നൽകാതെ പിരിഞ്ഞു പോകില്ല എന്നാണ് അവർ നിലപാടെടുത്തിട്ടുള്ളത്. നിലവിൽ ഇപ്പോൾ സബ് കളക്ടർ ഈ നായരമ്പലം, വൈപ്പിൻ, എടവനക്കാട് മേഖലകളിലെ കടലാക്രമണം കൊണ്ട് വലിയ രീതിയിൽ ബാധിച്ചിട്ടുള്ള വീടുകൾ സന്ദർശിക്കുന്നതിന് വേണ്ടി സബ് കളക്ടർ അടങ്ങുന്ന സംഘം അങ്ങോട്ട് പോയിരിക്കുകയാണ്. നിലവിൽ പറഞ്ഞിരിക്കുന്നത് ജിയോ ബാഗുകൾ അവിടെ കൂടുതൽ കാര്യക്ഷമമാക്കാമെന്നതടക്കമുള്ള കാര്യങ്ങളാണ്. അതിന് ആ ഒത്തുതീർപ്പിന് നാട്ടുകാർ വഴങ്ങിയിട്ടില്ല. ഇപ്പോഴും ഈ റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള സമരം തുടരുകയാണ്. ശരി, നന്ദി. ഡാനി പോളാണ് വിവരം.